മലയാളം ബിഗ് ബോസ് സീസൺ 7-ൽ നമ്മുടെ ജസൽ ഡ്രസ്സ് കീറി എന്ന് പറഞ്ഞ് തനിക്ക് പുതിയ ഡ്രസ്സ് വേണമെന്ന് ബിഗ് ബോസിനോട് പറയണം. ആ സമയത്താണ് അനുമോൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അനുമോൾ പറയുന്നുണ്ട്, ബിഗ് ബോസ് എല്ലാവർക്കും 2 ഡ്രസ്സ് നൽകിയിട്ടുണ്ട്, അതേപോലെ തന്നെയാണ് നിനക്ക് നൽകിയിരിക്കുന്നത്. ഈ ഡ്രസ്സ് കീറിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഇത് നീ പോയി കീറിക്കൊണ്ട് വന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജസൽ പറയുന്നുണ്ട്, നിനക്ക് അസൂയയും കുശുമ്പുമാണ്, ഞങ്ങൾ നല്ല ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോൾ. അതുകൊണ്ടല്ലേ നിനക്ക് വേണമെങ്കിൽ നിനക്ക് അങ്ങനത്തെ ഞാനിടുന്ന പോലത്തെ ഔട്ട്ഫിറ്റുകളൊക്കെ ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിനക്കത് ഇട്ടാൽ പോരെ, നീ എന്തിനാണ് ഞങ്ങളിടുമ്പോൾ ഓരോ കുശുമ്പ് കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അനുമോൾ പറയുമ്പോൾ, നിന്നെപ്പോലെ ഹൈറ്റും വെയിറ്റും ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഹൈറ്റിനെ പറ്റി ഇവിടെ പറയേണ്ട ആവശ്യമില്ല, നിനക്ക് എന്ത് യോഗ്യതയുള്ളത്, നീ എവിടെ എത്തി ഈ ഹൈറ്റും കൊണ്ടെന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഹൈറ്റിൻ്റെ പേര് ഇവിടെ പറയേണ്ട യാതൊരു ആവശ്യവുമില്ലെന്ന് പറഞ്ഞാൽ ആദില നൂറൊക്കെ ആ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട്, ഷാനവാസ് ഇടപെടുന്നുണ്ട്. അങ്ങനെ അനുമോൾ അവിടെ നിന്ന് ഓടിപ്പോയി പൊട്ടിക്കരയാണ്. ശൈത്യ വരുമ്പോഴേക്കും ശൈത്യനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. എനിക്ക് ഹൈറ്റ് ഇല്ലാത്ത എൻ്റെ കുഴപ്പമാണോ എന്നൊക്കെ ചോദിച്ച് കരയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ബാക്കി എന്ത് വേണമെങ്കിൽ എന്നെ പറഞ്ഞോട്ടെ, പക്ഷേ എനിക്ക് കുഴപ്പമില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്. എനിക്ക് ഭംഗിയില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അതെനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഹൈറ്റില്ല എന്ന് ആണ് എല്ലാവരും എന്നെ പറയുന്നത്. അതെനിക്ക് ഭയങ്കര ഫീലാവുന്ന ഒരു കാര്യമാണ്. ഞാൻ എവിടെ എന്ത് പരിപാടിക്ക് പോയി കഴിഞ്ഞാലും ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കുന്നുണ്ട്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ പൊട്ടിക്കരയുകയാണ്. അനുവാദമില്ലാതെ ജസൽ എടുത്തു വെച്ചിരിക്കുന്ന 3 ഇന്നേഴ്സും ബിഗ് ബോസിന് തിരിച്ച് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് പുതിയ ഡ്രസ്സ് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജസലിനോട് ഒന്നും മിണ്ടാതെ ബിഗ് ബോസ് പറഞ്ഞു, ഈ മീറ്റിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു, എല്ലാവരും പിരിഞ്ഞു പോവുക.